ടൈൽസിന്റെ വർക്ക് എല്ലാം കഴിഞ്ഞ് അതിന്റെ പുറത്ത് ഷീറ്റ് ഇട്ട് ഇന്റീരിയർ എല്ലാം വർക്ക് എല്ലാം കഴിഞ്ഞ് ഒരു 2 മാസം കഴിഞ്ഞ് ഈ ഷീറ്റ് മാറ്റിയപ്പം ടൈൽസ് നിറയെ കറ. ഇത് നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടോ? എങ്കിൽ ആ കറ എവിടുന്ന് വന്നു, അതിനെ എങ്ങനെ അവോയ്ഡ് ചെയ്യാമായിരുന്നു എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. AV ടൈൽസ് ആൻഡ് സാനിറ്ററി കൊല്ലത്തിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോ ഈ പറഞ്ഞ ടോപ്പിക് കാണുന്ന പ്രേക്ഷകരിൽ മിക്കവർക്കും പറ്റിയിട്ടുള്ള ഒരു അനുഭവമാണ്, അല്ലെങ്കിൽ ഇനി ടൈലിന്റെ വർക്ക് നടന്നുകൊണ്ട് ഇരിക്കുന്നവരിൽ ഒരു നല്ലൊരു ഭാഗം കസ്റ്റമേഴ്സിന് വരാൻ പോകുന്ന അനുഭവങ്ങളാണ്. ഈ പ്രശ്നം വളരെ സീരിയസ് ആണ്. വളരെ നിസ്സാര കുറച്ച് പൈസ ലാഭിക്കാൻ വേണ്ടിയിട്ട് കോൺട്രാക്ടേഴ്സും കസ്റ്റമേഴ്സും എടുക്കുന്ന ഒരു ചെറിയ തെറ്റായ തീരുമാനം, ആ തീരുമാനമാണ് ഇവരെ ഈ പ്രശ്നത്തിലേക്ക് നയിക്കുന്നത്. ഇത് സംഭവിക്കുന്നത് എന്തുവാന്ന് ഒന്നുകൂടെ ഡീറ്റെയിലിൽ ഞാൻ പറഞ്ഞുതരാം. ടൈൽസിന്റെ സർഫേസുകൾ നോർമലി വളരെ സ്ട്രോങ് ആണ്. അങ്ങനെ പെട്ടെന്ന് അതിനകത്ത് ഒരു കറയൊന്നും പിടിക്കത്തില്ല. പക്ഷെ എല്ലാ ടൈലിലും കറ പിടിക്കും. അപ്പം അത് ഡിപ്പെൻഡ് ചെയ്യുന്ന കറയുടെ ഇന്റൻസിറ്റിയും പിന്നെ ടൈൽസിന്റെ ക്വാളിറ്റിയിലുമാണ് അത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അല്ലാതെ ഒരു ടൈലും കറ പിടിക്കത്തില്ല എന്ന് പറഞ്ഞ് വിൽക്കുന്നത് വളരെ തെറ്റാണ്. എല്ലാ ടൈലും കറ പിടിക്കും. അതിൽ ഏറ്റവും നൊട്ടോറിയസ് ആയിട്ടുള്ള ഒരു കറയാണ് തടിയുടെ കറ. അതായത് നനഞ്ഞ തടി നിലത്ത് അല്ലെങ്കിൽ ഫിനിഷ് ചെയ്ത ടൈലിന്റെ പുറത്ത് തടിയോ അല്ലെങ്കിൽ തടിയുടെ ചീള് അല്ലെങ്കിൽ തടിയുടെ പൊടി ഇത് കിടന്നിട്ട് അതിന്റെ പുറത്ത് വെള്ളം കിടന്ന് ഇത് കുതിർന്ന് ആ തടിയുടെ കറ ഇറങ്ങിയ അത് ഏത് ടൈലിലും ഏത് സർഫേസിലും അത് പിടിക്കും. അത് കളയാനും വളരെ പാടാണ്. ഇതേപോലെയാണ് പെർമനന്റ് മാർക്കറിനകത്തുള്ള ടൈലിൻ എന്ന് പറയുന്ന ഒരു കെമിക്കൽ. അതും പിള്ളേരുടെ കയ്യിൽ പെർമനന്റ് മാർക്കർ കൊടുത്ത് അവരുടെ കളിക്കാൻ നിലത്തിരുത്തി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് പ്രശ്നത്തിലേക്ക് പോകും. അതേപോലെ വേറെ കുറച്ച് പുതിയ കറകളും ഈ ഇടയ്ക്ക് നമ്മൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഈ പുതിയ കറകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കറയാണ് അതിന് ഇന്റീരിയർ ചെയ്യുന്നതിന് മുമ്പ് ടൈൽസിന്റെ വർക്ക് എല്ലാം കഴിഞ്ഞിട്ട് അതിന്റെ പുറത്ത് ഒരു ടാർപ്പ പോലത്തെ ഒരു ഷീറ്റ് മേടിച്ചിടും. ആക്ച്വലി ഈ ഷീറ്റ് മേടിക്കുന്നത് ഹാർഡ്വെയർ ഷോപ്പിൽ നിന്നാണ്. ഹാർഡ്വെയർ ഷോപ്പിൽ നിന്ന് ഒരു ചോക്ലേറ്റ് കളറിലെ ഒരു പ്രൊഡക്റ്റ് ആണ് നമുക്ക് കിട്ടുന്നത്. അതിന് പ്രൈസ് വളരെ കുറവാണ്. ഈ ഷീറ്റ് ബേസിക്കലി യൂസ് ചെയ്യുന്നത് ഇന്റർലോക്കിംഗ് ടൈൽസ് മുറ്റത്തിടുമ്പം ആ ഇന്റർലോക്കിംഗ് ടൈൽസ് ഇടുന്നതിന് മുമ്പ് താഴെ നിന്ന് പോച്ചയും മറ്റ് കളകളും കിളിച്ചു വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടുന്ന ഒരു ഷീറ്റാണ്. ഈ ഷീറ്റ് വളരെ കെയർലെസ് ആയിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. കാരണം ഇതിന്റെ സോൾ പർപ്പസ് ഇത് താഴേന്ന് പോച്ചയുടെ വളർച്ച നിർത്തുക എന്നുള്ളത് മാത്രമാണ്. ഇത് ഇന്റർലോക്കിംഗ് ടൈൽസിന്റെ അടി പോകുന്ന ഒരു മെറ്റീരിയൽ ആയതുകൊണ്ട് ഇതിനകത്ത് ഉപയോഗിക്കുന്ന കെമിക്കൽസിന് ഒരു റെഗുലേഷൻ ഇല്ല. അതേപോലെ ഇതിന്റെ ഫിനിഷിനും അല്ലെങ്കിൽ ഇതിന്റെ ക്വാളിറ്റിയിലും ഒരു റെഗുലേഷൻസും ഇല്ല. ഈ പ്രൊഡക്റ്റ് വളരെ ചീപ്പായിട്ട് മേടിക്കാൻ കിട്ടും. ഒറ്റ നോട്ടത്തിൽ ഇത് വളരെ നല്ലൊരു പ്രൊപ്പോസിഷൻ ആയിട്ട് തോന്നും. ഇത് വിരിച്ചു കഴിഞ്ഞാൽ താഴെ കിടക്കുന്ന ടൈൽസിനകത്ത് പിന്നെ നടക്കുന്ന വർക്ക് ഒരു രീതിയിലും ഇതിനെ ബാധിക്കത്തില്ല എന്നാണ് എല്ലാവരുടെയും വിശ്വാസം. പക്ഷെ ഇത് അറിയാതെ തന്നെ ഇതിന്റെ അകത്ത് ഓൾറെഡി ടൈൽസിന് ഇത് അതിന്റെ കറ കൊടുത്തോണ്ടിരിക്കുവാണ്, അല്ലെങ്കിൽ അതിന്റെ കറ അവിടെ പറ്റിക്കൊണ്ടിരിക്കുവാണ്. പലപ്പോഴും കസ്റ്റമേഴ്സ് അറിയത്തില്ല. ടൈൽസ് നമ്മൾ ഒട്ടിക്കുന്നത് ചാന്തിലായാലും ടൈൽ അദസീവിലായാലും ഇതിനകത്ത് വെള്ളത്തിന്റെ ഒരു അംശമുണ്ട്. ഈ വെള്ളം അതിന്റെ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ചാന്തിന്നായാലും അദസീവിന്നായാലും ഇത് ഇവാപ്പറേറ്റ് ചെയ്ത് സ്പേസർ വെച്ച് നമ്മൾ ഉണ്ടാക്കിയ ലൈനിനിടെ കൂടെ ഇത് പുറത്തോട്ട് പോകണം. ആ പ്രോസസ്സ് തീരുന്നതിന് മുമ്പാണ് പലപ്പോഴും കസ്റ്റമേഴ്സ് ഇതിന്റെ പുറത്ത് ടാർപ്പ എടുത്തിടുന്നത്. അന്നേരം ഈ വെള്ളം ശരിക്കും എയറിലോട്ട് പോകാതെ, ഈ ഇവാപ്പറേഷൻ നേരെ എയറിലോട്ട് പോകാതെ ഇത് ടാർപ്പയ്ക്കകത്ത് ഈ വെള്ളം തട്ടി നിൽക്കും. അങ്ങനെ ആ ടാർപ്പ കുതിർന്ന് അതിനകത്ത് അതിന്റെ ഇൻഗ്രീഡിയന്റ്, അതായത് അതിന്റെ കളർ ഇൻഗ്രീഡിയൻസ്, ഇപ്പൊ ടാർപ്പയുടെ കളർ ചോക്ലേറ്റ് കളർ ആണെങ്കിൽ ആ ചോക്ലേറ്റ് കളർ അറ്റൈൻ ചെയ്തേക്കുന്നത് ചിലപ്പോൾ മജന്ത, വയലറ്റ്, ബ്ലൂ അല്ലെങ്കിൽ ബ്ലാക്ക് അല്ലെങ്കിൽ ലൈറ്റ് ഗ്രേ കളർ, ഇങ്ങനത്തെ കളേഴ്സ് മിക്സ് ചെയ്തായിരിക്കും ഈ ചോക്ലേറ്റ് കളർ അറ്റൈൻ ചെയ്തത്. ഈ കുതിർപ്പ് കൊണ്ട് അല്ലെങ്കിൽ ഇത് താഴേന്ന് വരുന്ന ഈ പോകുന്ന വെള്ളം, ടൈൽസിന്റെ അടിയിൽ കൂടെ വരുന്ന വെള്ളം ഈ ടാർപ്പായ നനച്ചിട്ട് ആ നനവ് കൊണ്ട് ഈ കളേഴ്സ് പതുക്കെ ടൈൽസിനകത്തോട്ട് വീഴാൻ തുടങ്ങും. ഈ കളേഴ്സ് ഇതിന്റെ ഇൻഗ്രീഡിയന്റ് കളേഴ്സ്, കാരണം ഞാൻ ആദ്യമേ പറഞ്ഞു ഈ ഹാർഡ്വെയർ കടയിൽ കിട്ടുന്ന ടാർപ്പ എല്ലാം അതിന്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ ഇന്റർലോക്കിംഗ് ടൈൽസിന്റെ അടിയിൽ കിടക്കുക എന്നുള്ളതാണ്. പോച്ചയെ വളരാതെ നോക്കണം, അല്ല പോച്ച വളരാതെ ആ മണ്ണിനകത്ത് നോക്കണം എന്ന് മാത്രമാണ് അതിന്റെ ഒരു ലക്ഷ്യം. അപ്പൊ അതിനകത്ത് എന്ത് കെമിക്കൽ ഉപയോഗിക്കുന്നു, എന്ത് കളർ ഉപയോഗിക്കുന്നതിനകത്ത് ഒരു റെഗുലേഷനും അതിനകത്തില്ല. അപ്പൊ ഇവഞ്ച്വലി ഈ വെള്ളം ചെന്ന് ഈ ടാർപ്പ കുതിർന്ന് അതിനകത്തെ ഇൻഗ്രീഡിയന്റ് കളേഴ്സ് ഈ ടൈൽസിനകത്തോട്ട് ഇറങ്ങും. അവസാനം 2-3 മാസം കഴിഞ്ഞ് ടാർപ്പ മാറ്റുമ്പം ആ ലൈനിന് ചുറ്റുമായിരിക്കും ഏറ്റവും കൂടുതൽ ഈ കറ കിടക്കുന്നത്. പിന്നെ കറ കിടക്കുന്നത് സെന്ററിലും ആയിരിക്കും. സെന്ററിൽ കറ കിടക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഈ ഇവാപ്പറേഷൻ നടന്ന് ഇതെല്ലാം കോൺസെൻട്രേറ്റ് ചെയ്ത് സെന്ററിൽ വന്നിട്ട് കുറച്ച് കറ സെന്ററിലും പിടിക്കും. അങ്ങനെ സെന്ററും സൈഡുമായിട്ട് ശരിക്കും പറഞ്ഞാൽ നല്ല വില കൊടുത്ത് മേടിച്ച ടൈല് മൊത്തത്തിൽ കുളമായി കിടപ്പുണ്ടാവും. അങ്ങനെ അവസാനം ഇത് കംപ്ലൈന്റിലേക്ക് പോകും. കമ്പനിയിൽ നിന്ന് ആരെങ്കിലും സ്റ്റെയിൻ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടീമിനെ അയക്കും. ഈ ടീം ക്ലോറിൻ ബേസ്ഡ് ക്ലീനർ വെച്ചായിരിക്കും ഈ ടൈല് തുടച്ചെടുക്കുക. അപ്പൊ ഇവഞ്ച്വലി അത് തുടയ്ക്കും, അത് ക്ലീൻ ആവുകയും ചെയ്യും, പിന്നെ അത് കറ പിടിക്കത്തുമില്ല. പക്ഷെ ഇതൊരു അൺനെസസറി പ്രോസസ് ആണ്. നമുക്ക് ഈ പ്രോസസ്സ് ഒഴിവാക്കാനുള്ള പ്രോപ്പർ പ്രൊഡക്ട്സും ഇന്ന് മാർക്കറ്റിലുണ്ട്. പക്ഷെ പലപ്പോഴും കസ്റ്റമേഴ്സിന് അതിനെക്കുറിച്ച് അറിയത്തില്ല, അല്ലെങ്കിൽ അതിന്റെ കോസ്റ്റ് കൂടുതലാണെന്ന് പറഞ്ഞുകൊണ്ട് കസ്റ്റമേഴ്സ് മനസ്സില്ലാ മനസ്സോടെ അതിനെ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്.
പല വീടുകളിലും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ചെല്ലുമ്പോൾ ഒരു ബ്ലൂ കളറിലെ ഒരു ഷീറ്റ് നിലത്തിട്ടിട്ടുണ്ടാവും. ആ ഷീറ്റ് അതാണ് ഇതിന്റെ മെയിൻ പ്രൊഡക്റ്റ്, അതായത് ഒറിജിനലി ടൈൽ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു പ്രൊഡക്റ്റ് അതാണ്. ഇന്ന് നമ്മളിവിടെ കാണിക്കാൻ പോകുന്ന പ്രൊഡക്റ്റ് സുപ്രീം എന്ന അറിയപ്പെട്ട ഒരു കമ്പനിയുടെ പ്രൊഡക്റ്റ് ആണ് ഡ്യൂറാ പ്രൊട്ടക്ടർ SF ബൈ സുപ്രീം. ഈ പ്രൊഡക്റ്റ് ഇപ്പം എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് 2mm തിക്നെസ് ആണ്, 2mm തിക്നെസ്സിലുള്ള പ്രൊഡക്റ്റാണ്. ഇത് തന്നെ 3mm, 4mm, 5mm അങ്ങനെ 10mm വരെ നമുക്ക് തിക്നെസ്സിൽ ഇത് എടുക്കാം. ഇത് എന്തിനാണ് ഇത്രയും തിക്നെസ്സിൽ വരുന്നതെന്ന് വെച്ചാൽ, ചെയ്യാൻ പോകുന്ന വർക്ക് എത്ര ഹെവി ആണെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ചില സ്കഫോൾഡിങ്സ് ഭയങ്കര ഹെവി ആയിരിക്കും. ചിലപ്പം വീടിന്റെ ഏട്രിയം 3 നില ഹൈറ്റിലായിരിക്കും, അല്ല 2 നില ഹൈറ്റിലായിരിക്കും ഇന്റീരിയർ ചെയ്യുന്നത്. അപ്പം സ്കഫോൾഡിങ് കൂടുതൽ വേണം, സ്പോട്ടിൽ കൂടുതൽ വെയിറ്റ് വരും. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ഒരു 10mm തിക്നെസ് ഉള്ള ഫോംസ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഈ ഫോംസിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഇതൊരു നല്ല ബ്രാൻഡഡ് കമ്പനിയിൽ നിന്നാണ് വരുന്നത്. സുപ്രീം നമുക്ക് എല്ലാം അറിയാം, സുപ്രീം പൈപ്സ് വളരെ പോപ്പുലർ ആണ്, നല്ല പ്രീമിയം പ്ലംബിംഗ് സൊല്യൂഷൻസ് ആണ്. അപ്പൊ അതേ കമ്പനിയുടെ പ്രൊഡക്റ്റ് ആണ് ഡ്യൂറാ പ്രൊട്ടക്ടർ XF. പക്ഷേ ഇത് വേറെ ഏതെങ്കിലും കമ്പനിക്ക് ഉണ്ടെങ്കിലും ഇതിന്റെ ജനറൽ മെറ്റീരിയൽ എല്ലായിടത്തും സെയിം ആണ്. ഇതെല്ലാം പോളിപ്രൊപ്പലീൻ ഫോംസ് ആണ്. പോളിപ്രൊപ്പലീൻ ഫോംസ് ആയതുകൊണ്ട് ഇത് പെട്ടെന്ന് വേറെ ടയർ വരുന്നില്ല. അതേപോലെ ഇത് എന്തെങ്കിലും സ്ക്രാച്ചസോ സ്കർമിഷസോ എന്തെങ്കിലും വരുന്നെങ്കിൽ അതിനെ ഒരുപാട് റെസിസ്റ്റ് ചെയ്യും. പിന്നെ ഞാൻ പറഞ്ഞ കണക്ക് ഹെവി വർക്കാണ് സീലിംഗിൽ നടക്കുന്നത്, ടൈൽ ഇട്ട് കഴിഞ്ഞെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ ഇതിന്റെ തിക്നെസ്സും കൂട്ടിയെടുക്കണം. ഇത് നമുക്ക് കിട്ടുന്നത് 1.3 മീറ്റർ വിഡ്ത്തിലാണ്. അപ്പൊ വിഡ്ത്ത് ടേബിൾ ആണ് 1.3 മീറ്റർ ആയിരിക്കും. പക്ഷേ ലെങ്ത്തിൽ നമുക്ക് ആവശ്യമുള്ള പോലെ 120 മീറ്റേഴ്സിന്റെ റോളും ഉണ്ട്, അതേപോലെ 30 മീറ്റേഴ്സിന്റെ റോളും ഉണ്ട്. അപ്പം ഈ രണ്ടും സ്റ്റാൻഡേർഡ് ആയിട്ട് കിട്ടുമ്പോൾ നമുക്ക് ലൂസായിട്ട് വേണമെങ്കിൽ ഇത് ഹാർഡ്വെയർ ഷോപ്സിൽ നിന്ന് ലൂസായിട്ടും പർച്ചേസ് ചെയ്യാവുന്നതാണ്. പക്ഷേ ടൈൽ ഷോറൂമിൽ നിന്നോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഷോറൂംസ്, ഹാർഡ്വെയർ അല്ലാത്ത ഷോറൂംസിൽ നിന്ന് എപ്പോഴും റോൾ ആയിട്ടായിരിക്കും കിട്ടുന്നത്. പിന്നെ ഈ പ്രൊഡക്റ്റിന്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് അബ്സല്യൂട്ട്ലി സ്റ്റെയിൻ ഫ്രീ ആണ്. അതായത് ഇതിനകത്തുനിന്ന് ഇളകി വരാനോ ഇതിനകത്ത് എങ്ങനെയൊക്കെ ഇതിനെ ട്രീറ്റ് ചെയ്താലും കൂടിപ്പോയാൽ ഇതിനകത്ത് ഒരു മുറിവ് വരും എന്നുള്ളതല്ലാതെ ഇതിനകത്തുനിന്ന് ഒരിക്കലും ഒരു കളറും ഇതിനകത്തുനിന്ന് താഴോട്ട് ഇറങ്ങത്തില്ല. പിന്നെ രണ്ടാമത്തെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇത് പോളിപ്രോപ്പിലിൻ ഫോം ആയതുകൊണ്ട് ഇടുന്ന സമയത്ത് എന്തെങ്കിലും പൊടിയോ അല്ലെങ്കിൽ പാർട്ടിക്കൽസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ പാർട്ടിക്കൽസ് ടൈലിനെ സ്ക്രാച്ച് ചെയ്യാതെ ഈ ഫോമിനകത്തോട്ട് കയറി നിൽക്കത്തേ ഉള്ളൂ. കാരണം ഈ സർഫേസ് സോഫ്റ്റ് ആണ്. അപ്പം ആരെങ്കിലും അതിന്റെ പുറത്ത് ചവിട്ടുകയോ നടക്കുകയോ നിരക്കുകയോ എന്തെങ്കിലും ചെയ്താലും ആ പാർട്ടിക്കൽസ് ടൈലിന്റെ പുറത്ത് കിടന്ന് നീങ്ങത്തില്ല. അത് ഈ ഫോമിനകത്ത് സ്റ്റക്ക് ആയിട്ട് അവിടെ ഇരുന്നുള്ളൂ. ഇനി ഇതിന്റെ വേറൊരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ, കോൺട്രാക്ടേഴ്സ് ഇത് യൂസ് ചെയ്യുവാണെങ്കിൽ അവർക്ക് ഇത് എത്ര പ്രാവശ്യം വേണമെങ്കിലും യൂസ് ചെയ്യാം. കാരണം ഇത് വെർജിൻ പ്ലാസ്റ്റിക് കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. അപ്പം ഇതിനകത്ത് പെട്ടെന്ന് ഇത് ഡാമേജ് ആവത്തില്ല. പിന്നെ ഇത് വീണ്ടും യൂസ് ചെയ്യണമെന്നുള്ള നമ്മുടെ ആവശ്യം കൂടിയാണ്. കാരണം അതിന് 2 റീസൺ ഉണ്ട്. ഒരു റീസൺ എന്ന് പറഞ്ഞാൽ ഈ പ്രൊഡക്റ്റ് വളരെ എക്സ്പെൻസീവ് ആണ്. എക്സ്പെൻസീവ് എന്ന് പറയുമ്പോൾ ഇനിഷ്യൽ പർച്ചേസ് പ്രൈസ് നല്ല ഫുൾ വീടിന്റെ സാധനം എടുക്കുവാണെങ്കിൽ നമുക്ക് എങ്ങനെയായാലും ഒരു 8 രൂപ സ്ക്വയർ ഫീറ്റ് നമുക്ക് ഇതിന്റെ കോസ്റ്റ് വരും. പക്ഷേ ഇത് നമുക്ക് ഒരു 10ഓളം സൈറ്റിൽ ഉപയോഗിക്കാൻ പറ്റുവാണെങ്കിൽ കോൺട്രാക്ടേഴ്സിന് ഇതിന്റെ കോസ്റ്റ് കൊണ്ടുവന്ന് 1 രൂപയ്ക്കും താഴെ പെർ സ്ക്വയർ ഫീറ്റിൽ നിർത്താൻ പറ്റും. അപ്പം ഇത് ഒരു പ്ലാസ്റ്റിക് ഉൽപ്പന്നമാണ്, ഇത് ബയോഡിഗ്രേഡബിൾ അല്ല. അപ്പം ഡെഫിനറ്റ്ലി നമ്മൾ ഇതിനെ വളരെയധികം ശ്രദ്ധയോടെയും റെസ്പോൺസിബിലിറ്റിയോടെ തന്നെ യൂസ് ചെയ്യണം. പക്ഷേ ഇത് യൂസ് ചെയ്യാതിരിക്കാനും പറ്റത്തില്ല. കാരണം ഇന്നത്തെ ടൈൽസ് അത്രയും സെലക്ട് ചെയ്താണ്, അത്രയും ആഗ്രഹത്തോടെയാണ് കസ്റ്റമേഴ്സ് മേടിക്കുന്നത്. അത്രയും വെറൈറ്റി ടൈൽസ് ആണ്, വെറൈറ്റി ഫിനിഷസ് ആണ്. പല ഫിനിഷസും ഇതുപോലത്തെ ഹാർഷ് എൻവയൺമെന്റിൽ പിടിച്ച് നിൽക്കത്തില്ല. പക്ഷേ വർക്കെല്ലാം ഫിനിഷ് ചെയ്ത് കഴിഞ്ഞ് വീട് നോർമൽ യൂസേജ് ആവുമ്പോൾ ആ ഫിനിഷസ് എത്ര നാൾ വേണമെങ്കിലും ഒരു കുഴപ്പമില്ലാതെ നിൽക്കും. പക്ഷെ ഡ്യൂറിംഗ് കൺസ്ട്രക്ഷൻ ചില ഫിനിഷസിന് നമ്മൾ അതിന് വേണ്ട പ്രൊട്ടക്ഷൻ കൊടുത്തേ പറ്റത്തുള്ളൂ. അതിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് ഡ്യൂറാ പ്രൊട്ടക്ടർ XF അല്ലെങ്കിൽ ഇതുപോലത്തെ ഏതെങ്കിലും പ്രൊഡക്റ്റ്. ഇനി ഇതിനകത്ത് നമ്മൾ അറിയേണ്ട വേറൊരു കാര്യം എന്തുവാന്ന് വെച്ചാൽ, ഇത് ഒരിക്കലും 3M ടേപ്പ്, കാരണം ഇത് വിൽക്കുന്ന ഹാർഡ്വെയർ ഷോപ്സ് എപ്പോഴും അതിന്റെ കൂടെ വില കൂടിയ ഒരു ടേപ്പ് വിൽക്കാൻ നോക്കും. ഇപ്പൊ 3M കമ്പനി നമുക്കറിയാം, 3M കമ്പനിയുടെ ടേപ്സ് വളരെ പോപ്പുലർ ആണ്. അപ്പൊ 3Mന്റെ ടേപ്പ് ഇതിന്റെ കൂടെ ഇപ്പം വില കൂടിയ ഒരു ഫ്ലോർ ഇത് എടുക്കുമല്ലോ, അപ്പൊ 3Mന്റെ ടേപ്പും കൂടെ എടുക്കാൻ പറയും. അത് വൻ അബദ്ധമാണ്. കാരണം 3M ടേപ്സിനകത്ത് ഉപയോഗിക്കുന്ന അദസീവ്സ് ഭയങ്കര സ്ട്രോങ് അദസീവ്സ് ആണ്. ആ അദസീവ് തന്നെ ഒരു സ്റ്റെയിൻ ആയിട്ട് അവസാനം ഫ്ലോറിന്റെ പുറത്ത് കിടക്കും. അതായത് നമ്മൾ 2-3 മാസം കഴിഞ്ഞ് വർക്കെല്ലാം കഴിഞ്ഞ് ഈ ഷീറ്റ് അങ്ങോട്ട് മാറ്റുമ്പോൾ ഷീറ്റിന്റെ അടിയിലെ ടൈൽസിന് ഒരു കുഴപ്പം ഉണ്ടാവത്തില്ല. പക്ഷെ ഒട്ടിച്ച ടേപ്പിന്റെ പകുതി ഇതിന്റെ പുറത്തും പകുതി ടൈൽസിലായിരിക്കും. പകുതി ടൈൽസിനകത്ത് പറ്റിയ ആ സ്ട്രിപ്പ് പിന്നെ എത്ര മായ്ക്കാൻ നോക്കിയാലും മായത്തില്ല. സോ അതിന്റെ ആവശ്യമില്ല. ശരിക്കും ഇത് ഒരു സ്റ്റേബിൾ മെറ്റീരിയൽ
മെറ്റീരിയലാണ്. ഈ സ്റ്റേബിൾ മെറ്റീരിയലിനെ അവിടെ ഇരുത്താൻ വേണ്ടിയിട്ട് സാധാരണ മാസ്കിംഗ് ടേപ്പ് തന്നെ ധാരാളമാണ്. അപ്പോൾ ഒരു 2 ഇഞ്ച് അല്ലെങ്കിൽ 3 ഇഞ്ച് മാസ്കിംഗ് ടേപ്പ് എടുക്കുക. 3 ഇഞ്ച് മാസ്കിംഗ് ടേപ്പ് വെച്ച് ഇതിനെ ഫ്ലോറിൽ ഒട്ടിക്കാവും. മാസ്കിംഗ് ടേപ്പ് അല്ലാതെ വേറെ ഒരു പ്രൊഡക്റ്റും ഇതിനെ ഒട്ടിക്കാൻ ഫ്ലോറിൽ ഉപയോഗിക്കരുത്. സോ ഐ ഹോപ്പ് ഇനി നിങ്ങളുടെ വീട്ടിലെ ടൈൽസിന്റെ വർക്ക് വരുമ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾ ഈ പ്രൊഡക്റ്റ് ഓപ്റ്റ് ചെയ്യും. അല്ലെങ്കിൽ കോൺട്രാക്ടറുമായിട്ട് ഒരു അണ്ടർസ്റ്റാൻഡിംഗിൽ ഈ പ്രൊഡക്റ്റ് മേടിക്കാനുള്ള എല്ലാ വ്യവസ്ഥകളും നിങ്ങൾ ചെയ്യും. ഇതേപോലത്തെ ഇനിയും നല്ല പ്രൊഡക്ട്സും ഇൻഫോർമേറ്റീവ് വീഡിയോസുമായിട്ട് ഞങ്ങൾ വീണ്ടും വരാം. അതുവരെ സീ യു.